നമസ്കാരം, ഹാങ് ഔട്ട് വിത്ത് റിച്ചാർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇപ്പൊ സംഭവം എന്താണെന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സാധനം. ഇതൊരു പോർട്ടബിൾ ഇൻവെർട്ടർ ആണ്. അധികം ഭാരമില്ല. 7.25 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 8 കിലോ നമുക്ക് കൂട്ടാം. ഇത് ഹൈക്കൺ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. തൃശൂർ ബേസ്ഡ് കമ്പനിയാണ് ഹൈക്കൺ. അവർ ഒത്തിരി വർഷമായിട്ട് മാർക്കറ്റിലുള്ളതാണ്. സോളാർ വാട്ടർ ഹീറ്റർ ചെയ്യുന്നുണ്ട്, സോളാർ പാനൽസ്, LED ലൈറ്റ്സ്, സ്റ്റെബിലൈസർ, അങ്ങനെ ഒത്തിരി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ് ഹൈക്കൺ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇത് നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡുവൽ ചാർജർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 2 പ്ലഗ് പോയിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ താഴെ USB പവർ സപ്ലൈ പോർട്ട്, USB കേബിൾ വെച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിന്റെ താഴെ സൂപ്പർ ബ്രൈറ്റ് ലൈറ്റ്, അതായത് ഇതിൽ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള LED ലാംപ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിന്റെ താഴെയായിട്ട് SOC ഇൻഡിക്കേഷൻ, അവിടെ ഒരു ചാർജറിന്റെ സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ചാർജ് തീരാൻ നേരമാകുമ്പോൾ ഇൻഡിക്കേഷൻ ലൈറ്റ് ഇവര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആവശ്യമുള്ളവരൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി. അതിന്റെ വാട്ടേജ്, വോൾട്ട്, കമ്പനി ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ, പോർട്ടബിൾ ഇൻവെർട്ടർ. അധികം ഭാരമൊന്നുമില്ല, 7.5 കിലോ ഉള്ളൂ. ഇത് നമ്മുടെ ഈ ഒരു ഹാൻഡിന്റെ ഈ ഒരു ഇത്ര സൈസ് വരുന്നുള്ളൂ. പിന്നെ വെയിറ്റ്ലെസ്സും ആണ്. ഇതിന്റെ നമ്മൾ ആ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ 2 പ്ലഗ് പോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഇളക്കമുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഇത് ചാർജിങ് പോർട്ടാണ്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ചാർജിങ് പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണക്ട് ആവുന്നുണ്ട്. പ്ലഗ് പോയിന്റ് ഇവിടെ എടുത്തില്ലാത്ത കാരണം ഇത് ഞാനിപ്പോ കുത്തി കാണിക്കുന്നില്ല. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഊരുവാണ്. ഇത് ഊരുമ്പോ ഇതിനൊരു ചെറിയൊരു ഇളക്കമുണ്ട്. വലിയ മൈൻഡ് ആക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇതിന്റെ താഴെ 2 USB പോർട്ട് ഉണ്ട്. നമുക്ക് 2 തവണ 2 ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോൺ, ഒരു സ്പീക്കറൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിന്റെ സിമ്പൽ ഉണ്ട്. ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് എമർജൻസി ലാംപ്സ് ആണെന്ന് തോന്നുന്നു. നമുക്കിത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്റിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. വീണ്ടും വേരിയേഷൻ. ഓക്കെ, ലൈറ്റ് ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 5, 6, ഓക്കെ, 6, 7 തവണ നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇത് വീണ്ടും നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകുന്നതാണ്. ഇനി നമുക്ക് ഇൻവെർട്ടറും ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് ഓൺ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഇൻവെർട്ടർ ഓൺ ആണ്, അതിന്റെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ റോഡ് സൈഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഒരു മൂളക്കം അല്ലേ, ആ ഒരു സൗണ്ട് ഉണ്ട്. ചെറിയൊരു വോയിസ് ഉണ്ട് ഇതിന്. ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഈ ഇൻവെർട്ടർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലാംപ്സ് കത്തുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല, പ്രസ് ചെയ്ത് നോക്കി, 2-3 തവണ പ്രസ് ചെയ്ത് നോക്കി, കത്തുന്നില്ല. നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്യാം. ഇനി ഓക്കെ, അതായത് ഇൻവെർട്ടർ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ലാമ്പ് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ ഇൻവെർട്ടറിന്റെ ചാർജ് ഉപയോഗിച്ചിട്ടല്ല ഈ 3 LED ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബൾബ് നമുക്ക് ഇൻവെർട്ടറിന്റെ ചാർജ് വെച്ചിട്ടൊന്ന് കത്തിച്ചു നോക്കാം. അതിനായിട്ട് ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു.
ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ചെറിയൊരു ഇളക്കം ഉണ്ടെന്ന്. സംഭവം വർക്കിംഗ് ആണ്, ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ പോർട്ട് മാറ്റി കൊടുത്തു നോക്കാം. പോർട്ടിനും ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ഉണ്ട്. പോർട്ടിനൊരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഇത് സംഭവം വർക്കിംഗ് ആണ്. നമ്മളിത് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ ഇപ്പൊ ഇൻവേർട്ടർ ഓൺ ആണ്, അതുകൊണ്ട് ഇവിടെ ഓറഞ്ച് ലൈറ്റ് കത്തുന്നു. അതിന്റെ മുകളിൽ മെയിൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ലൈറ്റ് കത്തുക ചാർജ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിന്റെ താഴെ ബാറ്ററി ലോ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് കത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചാർജ് തീരാറാവുമ്പോഴായിരിക്കും അവിടെ ലൈറ്റ് കത്തുക. ഇനി അടുത്തത് ഇവിടെ USB അവിടെ കത്തുന്നുണ്ട്. അതായത് USB വഴി നമുക്കിപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇവിടെ SOL CHG എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോളാർ ചാർജർ, സോളാർ പാനൽ വഴി നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ലൈറ്റ് കത്താൻ സാധ്യത. ഇനി ഇവിടെ ഓവർലോഡ് വരുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ ലൈറ്റ് കത്തും. ഇനി നമുക്കിത് ഇവിടെ ബാറ്ററിയുടെ 3 സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാറ്ററിയുടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇത് 2 കട്ട അവിടെ കത്തുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചാർജ് ഏകദേശം 60% എബവ് ഉണ്ട് എന്നാണത് ഇൻഡിക്കേഷൻ. ഈ ഒരു ഇൻഡിക്കേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇൻവെർട്ടറാണ്. ഇത്രയും ഇതിൻ്റെ ഒരു സൈസ് വരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ ചെറിയ ഷോപ്സിലേക്ക് ഒരു 6 അടി വീതിയും 5 അടി നീളമൊക്കെ ഉള്ള ചെറിയ റോഡ് സൈഡിലുള്ള ചെറിയ ഷോപ്സിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ കമ്പനി പറയുന്നത് ഏകദേശം 100 വാട്ട് വരെ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 2.5 hour 3 hours നമുക്ക് ഇതിന്ന് ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. നമ്മൾ അത്രയും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ അനുഭവം എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഉപകരിക്കുന്നത് ചെറിയ ഷോപ്സിലും അതുപോലെ വീട്ടു ആവശ്യങ്ങൾക്കും അത്യാവശ്യം ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എങ്ങനെയും യാത്ര പോകുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ വെയിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതൊരു 7.25 കിലോ ആണ് മൊത്തം വരുന്നത്. അത് ഇതിന്റെ ബോക്സിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. Zeus 400 എന്നാണ് ഇതിന്റെ മോഡലിന്റെ പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചതിന് ശേഷം റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബൈ.